ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ, ഇപ്പോൾ സമയം ഒരു 2:30 ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം ഏകദേശം തീർന്നു. അപ്പോൾ അതെ, വണ്ടി പുറത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇവിടുന്ന് നേരെ പോയിട്ട് സ്റ്റിക്കർ ഷോപ്പിൽ കൊണ്ടുപോയി സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം അടിക്കണം. അതുപോലെ തന്നെ വണ്ടിയിൽ സ്പീക്കറും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ വലിയ കാര്യത്തിൽ ഇല്ല. ഓക്കെ, നോർമലായിട്ട് വണ്ടിക്കകത്തുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് വോക്കലും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, സോ അതെല്ലാം നമുക്കിനിപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇന്ന് വൈകിട്ട് ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഒരു ഡെവോഷണൽ ട്രിപ്പാണ്. ഓക്കെ, ഒരു അമ്പലത്തിലോട്ട്. സോ അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് ട്രിപ്പ് ഒരു ഡെവോഷണൽ ട്രിപ്പ്, സെക്കൻഡ് ട്രിപ്പ് എന്ന് വേണേൽ പറയാം കേട്ടോ. കഴിഞ്ഞ ദിവസം വേറൊരു ട്രിപ്പും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം വണ്ടിയുടെ അപ്ഡേഷനെല്ലാം തീർത്തിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അത്യാവശ്യം സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് വേണം നമുക്ക് ട്രിപ്പിന് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ട്രിപ്പിന് ഞാനും വേറെ ഒരുത്തനും കൂടെയാണ് പോകുന്നത്. ഇവത്തെ പോകുന്ന വേറെ ഒരുത്തനുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ആശാനാണെങ്കിൽ നേരെ ഇവിടെ പോയേക്കാണ് എന്തോ സംഭവം എന്തോ മേടിക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ സ്റ്റിക്കർ ഷോപ്പിലോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് വേണം വണ്ടിയുടെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റിക്കർ ഷോപ്പ് വേറെ എവിടെയല്ല, നമ്മൾ സാധാ നമ്മുടെ വണ്ടിയുടെ ചെയ്യുന്നിടത്ത് തന്നെയാണ്. ഓക്കെ, വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു 6 മണി 7 മണി കഴിയുമ്പോഴത്തേക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ട്രിപ്പ് എടുക്കാൻ പോകണം. സോ അതിന് മുമ്പ് അവനോട് പറഞ്ഞിട്ടുണ്ട് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് മാക്സിമം സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ പോവും. എന്നിട്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ടായിരിക്കും ബാക്കി പരിപാടിയും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ വന്ന വഴിക്ക് അത്യാവശ്യം ഇവിടെ സ്ഥലത്തെത്താറായപ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളെല്ലാം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ട് ജസ്റ്റ് മഴയും കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ട് പുറത്തിറങ്ങാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇവിടെ വണ്ടി ഒതുക്കുവാണ്. അങ്ങനെ മഴയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി വണ്ടിയുടെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ടിലെ ഫോണ്ടും കാര്യങ്ങളെല്ലാം മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. സോ ഫ്രണ്ടിലെ ഫോണ്ടും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് അത് സെറ്റ് ചെയ്യണം. പിന്നെ ഫ്രണ്ടിൽ ഓവറായിട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഒരു നോർമൽ ക്ലീൻ സ്പെക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് അവൻ വീട്ടിൽ പോയി കിടക്കാം. ഓക്കെ, പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കും, അപ്പോഴത്തേക്ക് നമുക്ക് വരാം. ഓക്കെ, ഞാനാണെങ്കിൽ മടുത്ത്, ഇന്നലെ ഒരു ഓട്ടോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നാലേ ഉള്ളൂ. സോ അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു മഴയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ വണ്ടി ഇവിടെ കാണാനില്ല. ഓക്കെ, ഷോപ്പിലും ഇല്ല, നമ്മൾ കൊണ്ടിട്ട ഗ്രൗണ്ടിലും ഇല്ല. സോ അപ്പോൾ നമ്മൾ വണ്ടി ഒരു വെറൈറ്റിക്ക് വേറെ ഒരു സ്ഥലത്തോട്ട് പാർക്ക് ചെയ്തു. ഓക്കെ, നമ്മുടെ ഈ ഷോപ്പിൽ തന്നെ ഷോപ്പിൻ്റെ സൈഡ് വഴി നമ്മൾ ആ വഴി ഇറക്കിക്കൊണ്ട് നേരെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്. ഓക്കെ, ഇതാകുമ്പോൾ ആർക്കും ഒരു ശല്യമില്ല. നമ്മൾ ഈ വഴിയാണ് ഇറക്കിയത്. ചെറിയ ടാസ്ക്കാണ്, പക്ഷേ വണ്ടി ഇറങ്ങി പോകുന്ന സീനൊന്നുമില്ല. ഓക്കെ, പക്ഷേ BS6 വണ്ടികൾ വരാൻ കുറച്ച് പാടാണ്. ഓക്കെ, അതെ, കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം സ്റ്റിക്കറും വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ട്രിപ്പിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫ്രണ്ടിൽ ജസ്റ്റ് ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. സൈഡിലൊരു സ്റ്റിക്കറും പിന്നെ മേളിൽ പിന്നെ ഇത് അൾട്ടിമേറ്റ് ക്യാമ്പസ് റൈഡർ എന്നൊരു ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ടുള്ള വിഷ്വൽ കാണിച്ചു തരണമെങ്കിൽ ഞാൻ ജസ്റ്റ് അപ്പുറത്തെ സൈഡും കൂടെ കാണിച്ചിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം ഒന്ന് കയറ്റിയിടാം. ഓക്കെ, എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് അൺഅപ്പോളജറ്റിക്കലി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞ് വേറൊരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഞാൻ നല്ല രീതിക്ക് പുറകോട്ട് ഇറക്കിയിട്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു വണ്ടിയും കാര്യങ്ങളും വന്നാലോ എന്നോർത്ത്, വണ്ടി വരാൻ സാധ്യതയില്ല, പിന്നെ ഞാൻ ഇറക്കിയിട്ടെന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളെല്ലാം ഒന്ന് കയറ്റിയിട്ടിട്ടുണ്ട് ഞാൻ ഇപ്പം. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയതിനാണ് ചെറിയൊരു ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം ബാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എഡിഷൻ നെയിം എന്ന് പറഞ്ഞാൽ ഡ്രാപ്പർ അൺഅപ്പോളജിറ്റിക്കലി ഡിഫറെൻ്റ് എന്നുള്ളൊരു സംഭവം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടിയിലെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളെല്ലാം കഴുകണം, എന്നിട്ട് വേണം ട്രിപ്പും കാര്യങ്ങളെല്ലാം പോകാൻ. ഓക്കെ, അപ്പോൾ അവൻ കഴിക്കുള്ളൂ. ആ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി, ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ട് ഫ്രഷായിട്ട് ചായ കുടിച്ചിട്ട് ഇറങ്ങാനായിട്ടാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷം കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഉടനെ വന്നിരിക്കും. സ്റ്റേ ട്യൂൺഡ്.